അത്ര ഉള്ളെങ്കിലും ആനയുടെ കൂടെ ചുമ്മാ കയറ്റി പിടിച്ച ആൾക്കാർ നോക്കും. അതിനകത്ത് കൊമ്പും ചെവി വട്ട ചെവി കറുത്താന കരി കൊണ്ടാണ് കല്ല് സാധനം. എൻ്റെ ജീവിതത്തിൽ കണക്കൊരു സാധനത്തിനെ കണ്ടിട്ടില്ല. എൻ്റെ സൂപ്പർ ഒരു രക്ഷയില്ല. പേടിയുന്നു. എനിക്ക് കൊണ്ടുവന്നതിനെ കൊതി കയറുന്നില്ലായിരുന്നു. അതിന് ഈ അക്ക ശിവജാനെ ഒഴിഞ്ഞതിന് ശേഷമാണ് അക്കവിടെ ആനയ്ക്ക് വരുന്നത്. കണ്ണനാനയ്ക്ക് വരുന്നത്. അടിപൊളി ഒരു ആനക്കുട്ടിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കണക്കൊരു സാധനത്തിനെ കണ്ടിട്ടില്ല. ആ സാധനം വേറെ സാധനമായിരുന്നു. അത് കണക്കൊരു ആന ഇനി ജയിച്ചു വന്നാലൊക്കെ ഉള്ളു. അത്ര ഉള്ളെങ്കിലും ആനയുടെ കൂടെ ചുമ്മാ കയറ്റി പിടിച്ച ആൾക്കാർ നോക്കും. അതിനകത്ത് കൊമ്പും ചെവി വട്ട ചെവി കറുത്താന കരി കൊണ്ടാണ് കല്ല് സാധനം ഇരിക്കുന്നത്. അന്യ തല പിടുത്തോ. വാശിക്ക് വാശി. അതിന് ആരോടായാലും ശരി. ഞാൻ കണ്ടിട്ടില്ല. അതാണ് ആ പ്രായത്തിലുള്ള ആനയൊന്നും അങ്ങനെ തലയൊന്നും പിടിക്കുന്നു. കേരളത്തിൽ നല്ല ലോകത്ത് കാണത്തില്ല. അതാണൊക്കെ ഒരു ആനക്കുട്ടി. ഭയങ്കര മൈൻഡും സൂപ്പർ ആന. എന്ത് പറയുന്നത്, കിടുക്കാച്ചി ആനക്കുട്ടിയാ. എത്ര നാളുണ്ടായിരുന്നു ആനയ്ക്ക്? കണ്ണനാനയ്ക്ക് കുറച്ച് ഒരു 5 മാസത്തോളം ഉള്ളായിരുന്നു. അതിന് പുള്ളിയുടെ പാട്ടം തീർന്നു. കുട്ടൻചേട്ടനെ അങ്ങനെ ആന കിട്ടി ഒഴിവാകും. ഈ 5 മാസം എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു കണ്ണനാനെ സംബന്ധിച്ചിടത്തോളം ആനയുടെ സ്വഭാവം കൊണ്ടും ആനയുടെ ആ ഒരു മനക്കെട്ടി കൊണ്ടും എങ്ങനെ ഉണ്ടായിരുന്നു ഒരു 5 മാസക്കാലം? ഞാൻ പറഞ്ഞില്ലേ, തീപ്പൊരു സാധനം. തീം പോയോ, വേറെ വകുപ്പൊന്നുമില്ല. നമ്മളെന്തിനുണ്ട് അതിനതുകൊണ്ട് ഉണ്ട്. ഒരു 1-2 കുരുത്തക്കേട് കാണിച്ചായിരുന്നു. ആ കുരുത്തക്കേട് കാണിച്ചപ്പോൾ കാര്യം പറഞ്ഞപ്പോഴത്തേക്കിന് കണ്ണന് കാര്യം മനസ്സിലായി. പിന്നെ കണ്ണനെ കൊണ്ട് ഒരു ശല്യമില്ലായിരുന്നു. കണ്ണനെ കൊണ്ട് തടിയൊക്കെ പിടിക്കാൻ പോയിരുന്നു അച്ഛനോടിലൊക്കെ. കണ്ണ എത്ര ആളായാലും കണ്ണൻ വേറെ ലെവല്. അല്ല, ഞാൻ പറഞ്ഞില്ല, അതാണൊക്കെ ആന കിട്ടാനില്ല. ഇനി ജനിച്ചു വന്നാലേ ഉള്ളു, കിട്ടത്തില്ല. അതിനിപ്പം ഈ മറുപടി തന്നെ ആയിരിക്കും എനിക്കറിയാവുന്ന ആനയെ കുറിച്ച് ആരെടുത്ത് ചോദിച്ചാലും പറയാനുള്ളത്. ഒരു രക്ഷയില്ലാത്തൊരു ആനക്കുട്ടി. ചെറുപ്പത്തിൽ തന്നെ അത്യാവശ്യം നല്ല കയ്യിരിപ്പുള്ള ആനക്കുട്ടി. കൊച്ചു പിള്ളേരാകുമ്പോൾ കുരുത്തക്കേടം കാണിക്കും. അതൊക്കെ നമ്മളാണ് അത് മാറ്റി എന്താ പറയുന്നത്, നല്ലത് പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരേണ്ടത്. നല്ലത് പറഞ്ഞു കൊടുത്താൽ മതി, മനസ്സിലാക്കും. അതിനുള്ള ബുദ്ധിയുണ്ട്. എൻ്റെ സൂപ്പർ ഒരു രക്ഷയില്ല. പേടിയുന്നു. എനിക്ക് കൊണ്ടുവന്നതിനെ കൊതി കയറുന്നില്ലായിരുന്നു. സൂപ്പർ ആനക്കുട്ടിയായിരുന്നു. ഈ നമ്മള് ചട്ടക്കാരൻ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ജെറ്റ് എയർവേസ് അത് എല്ലാത്തിനും വെടി എന്ത് ചെയ്യാണ്. ഞാൻ അതിന്റെ മേളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും. ഞാൻ എന്റെ മേളിലൊന്നും കയറിയിട്ടൊന്നുമില്ല. പണി സമയത്ത് കയറുമായിരുന്നു. പണിക്ക് അങ്ങനെ മേലല്ല പണിഞ്ഞ്. പിന്നെ പരിപാടി സമയത്ത് ഞാൻ കയറത്തില്ല. ആൾക്കാർ ചിരിക്കും എന്നെ. ഞാനും അതിൽ പോകുന്നുണ്ട്. ഈ 5 മാസത്തിനകത്തുണ്ടല്ലോ, ഈ പറഞ്ഞ ആന എന്തോ നമുക്ക് മനസ്സിലായി. ടീമുകളൊക്കെ അഴിച്ചിട്ട് ആന തെറ്റും പിടിക്കലും അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയായി. അഴിച്ചുകൊണ്ട് എൻ്റെ 1-2 തെറ്റൊക്കെ തെറ്റിയായിരുന്നു. ആ തെറ്റ് കഴിഞ്ഞ് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ആന പക്കയായിരുന്നു. സൂപ്പറായിരുന്നു. അത് പിന്നെ ആ ഒരു മുതൽ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ വലിയൊരു സങ്കടമായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ അത് എന്തോ പറയാനാ ദിനേശ്, അതിൻ്റെ ആയുസ് അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ. ആദ്യ ഒരു കാര്യം പറഞ്ഞില്ല, എല്ലാം കൊണ്ടും ആനയെ കിട്ടാൻ പാടാ. അതിനെന്തായിരുന്നു കുറവ്? ഒരു കുറവുണ്ടായിരുന്നു. അതിൽ കുറവുണ്ടായിരുന്നു. അതിന് ആയുസില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കുറവുണ്ടായിരുന്നെങ്കിൽ ആയുസ് ഉണ്ടേനെ. പിന്നെ ആനയെ എന്താ പറയുന്നത്, നമ്മള് എല്ലാ ആനയും ഒന്നല്ലല്ലോ. ഓരോ ആനയ്ക്ക് ഓരോ സ്വഭാവമല്ലേ. ആ സ്വഭാവം മനസ്സിലാക്കി ആനയെ കൈകാര്യം ചെയ്തായിരുന്നെങ്കിൽ ആന ഇപ്പോഴും ജീവനോടെ ഉണ്ടേനെ. ആന ചുമ്മാ കൊണ്ട് കെട്ടിയിട്ട് അത് ഒരുപാട് ക്രൂരതയാണ് കാണിച്ചത്. നമ്മൾ അറിഞ്ഞപ്പോഴത്തേക്കിനെ സങ്കടം വന്നുപോയി. അതിനങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ പറഞ്ഞ കണക്ക് ഒരാളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരാളുടെ താന പക്കയാണ്. നമ്മൾ നിൽക്കുമ്പോൾ കൂടേക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യും. 2 പേരൊക്കെ ഒരുമിച്ച് നോക്കിയാൽ അത് പറ്റത്തില്ല. അതാ ഒരു കുഴപ്പം പറ്റിയത്. ആന ശരിയാകുന്ന നേരത്ത് ആനയെ മുട്ടും ഒന്നുമില്ലായിരുന്നു. മൊത്തം മുറിവായിരുന്നു പറയുന്നതിനാണ്. അങ്ങനെയൊക്കെ ചെയ്താലേ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മൾ തിരിച്ചു വരും. നമ്മളിപ്പോൾ ഒരു ആനയെ നമ്മളിപ്പോൾ അഴിക്കുന്നു. അഴിക്കാൻ നേരത്തെ ആനയെ പേടിപ്പിക്കാൻ വേണ്ടി ആനയ്ക്ക് 4 തല്ല അല്ലെങ്കിൽ 2 ചെറിയ ഉടക്കൊക്കെ കൊടുക്കണം. അല്ല, ആന തെറ്റുമ്പം നമ്മൾ അഴിച്ചു വിട്ടാനെ കൈകാര്യം ചെയ്യണം. ഒരു നാക്കെടുക്കാ പ്രാണിയെ കൊണ്ട് കെട്ടിയിട്ട്
ദ്രോഹിച്ചാൽ അതൊന്നും ഒരു ആനപ്പണിയല്ല, അതൊന്നും ഒരു ജോലിയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു ആനക്കാരൻ വിചാരിച്ച ഒരു ആന അഴിച്ചുകൊണ്ട് പോവാം, ഏതൊരു ആനയായാലും. ഒരു ആനക്കാരൻ ഒരു മുതലാളി വിളിച്ച് ഒരാൾക്കല്ലേ ആനയെ തരുന്നത്. നമ്മളെ കൊണ്ട് സഹായിക്കാം. വന്ന് പുതിയതായിട്ട് ആന തല്ല് കൊടുക്കണം, നമ്മൾ പയ്യ പണ്ട് കമ്പനിക്കാരെ വിളിച്ച് തല്ല് കൊടുകളി ആ കറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് വന്നിട്ട് ആനയെ ഇരുത്തി അവന്മാരെ പാട്ടിനും പോയി. പിന്നെ നമ്മൾ ആനയായിട്ടുള്ള കൈകാര്യമാണെങ്കിൽ ആ ആനപ്പണി നമ്മൾ ആനപ്പണിയായിട്ട് അംഗീകരിക്കും. നേരെ മറിച്ച് 3-4 ജോലി കൊണ്ട് വന്നിട്ട് കുന്തക്കോലും അത് ഇതൊക്കെ ആയിട്ട് ഇടിയും കുറേ ഇടിച്ച് പറിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോയി വീണ്ടും 2 അടിച്ച് കാപ്പിയെ കുടിച്ചിട്ട് വന്നിട്ട് എന്നാ പാപ്പ ഒറ്റ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് ആനയെന്ന് പറഞ്ഞാൽ ആന ഇരുന്നില്ല. വാ വീണ്ടും ആന തട്ടി അതേ ആന അംഗീകരിക്കും. അല്ലാതെ എന്താ പണി? നമ്മളെ ജീവിതത്തിലങ്ങ് എൻ്റെ ജീവിതത്തിലങ്ങ് ഞാൻ ഇന്നവരെ ഒരാളെ വിളിച്ചുകൊണ്ട് ഞാൻ അഴിക്കുന്ന ആനയുടെ തറി കയറ്റിയിട്ടില്ല. എന്നെ പക്ഷെ ഒരുപാട് പേര് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് സഹായിക്കാൻ, ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ കൂടെ ഞാൻ വിളിച്ചിട്ട് ഒരുത്തനും വന്നെന്ന് ആരും പറയത്തില്ല. ഞാൻ ഏതാന കഴിച്ചാലും ഒറ്റയ്ക്ക് കഴിക്കത്തുള്ളൂ. എൻ്റെ കൂടെ വയ്ക്കുന്നവർ കാണും. അതിനെ തറിമാറ സമയം നേരത്ത് റോപ്പ് പിടിക്കാനാ ഞങ്ങളെ കഴിച്ചുകൊണ്ടാണ് വിളിക്കുന്നതല്ലാതെ ഞാനത് അറിയിക്കരുത്തില്ല. ആന ഞാനായിട്ട് ഒരു ഇതാവുമ്പം എനിക്ക് തോന്നി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അതിനുള്ള അനുവാദം കൊടുക്കത്തുള്ളൂ. അതല്ല ഞാൻ ഇങ്ങനെയാ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ പോകത്തുള്ളൂ. ഞാൻ നിൽക്കുമ്പം എൻ്റെ കൂടെ നിൽക്കുന്നതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്കന്ദൻ ആനയൊക്കെ കാലിക്കോട് വിഷ്ണു ഒമാക്കുക മരെല്ലാം ആനയെ പിടിച്ച് എഴുന്നള്ളിച്ചിട്ടുണ്ട്. മരക്ക് ആനയെ പിടിച്ച് എഴുന്നള്ളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ആന വഴിയല്ല, ആന എഴുന്നള്ളിച്ചിട്ടുണ്ട്. വഴി അടിക്കും, ആന കിടത്തി കൊടുത്താൽ ഫുൾ കഴുകി ആന എഴുന്നേപ്പിച്ച് നിർത്തി ഊന്നിച്ച് വരെ കഴുകും, എല്ലാം ചെയ്യും. പക്ഷെ ആന വഴിയല്ല. നമ്മളവിടെ അടുത്തുണ്ട്, നമ്മളവിടെ അടുത്തുണ്ട്, നമ്മൾ മതി. ഇതിപ്പം ആന അങ്ങനെ ഒരു ആനയായിരുന്നു. പോയി ആനയാണ് സെറ്റ് പോയി. അതിനുശേഷം പിന്നീട് കണ്ണാനിൽ നിന്ന് തിരിച്ച് വരുന്നത് കണ്ണാനെ നേരെ വീട്ടിൽ വന്നിട്ട് മൂന്നാർ പോയി. റൈഡിങ് സെന്ററിൽ അവിടെ നിൽക്കുമ്പം വീണ്ടും സ്കന്ദനാനക്ക് വിളി വന്നു. ഈ റൈഡിങ് സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആനപ്പണി എന്ന് നമുക്ക് വെറുതെ രാവിലെ അവിടെ ആനയുടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയെ രാവിലെ കുളിപ്പിക്കണം, പിന്നെ ഈ ആൾക്കാർ കയറുമ്പോൾ ആനയെ പിടിച്ചുകൊണ്ട് നടക്കണം, വൈകുന്നേരം ചോറ് കൊടുക്കുക, വെള്ളം കൊടുക്കുക, പിടിച്ച് കെട്ടുക. അല്ലാതെ ഈ പറഞ്ഞോട്ട് ആനയായിട്ടുള്ള മുഷിഞ്ഞ് പണിയുള്ള ഒരു കാര്യങ്ങളും അവിടെ ഇല്ല. പിന്നെ അവിടെ ഈ തിരക്ക് കൂടുമ്പോൾ ആനകൾ പെട്ടെന്ന് കൊണ്ട് നടന്നിട്ട് നിൽക്കണം. നമുക്ക് മുഷിവ് ഉണ്ടാകത്തുള്ളൂ, ആനയ്ക്ക് മുഷിവൊന്നുമില്ല. പിന്നെ ബെൽറ്റ് കെട്ടുന്നതിലൊരു ചെറിയൊരു അസ്വസ്ഥത ആനയൊക്കെ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. ചങ്കിനല്ലേ ബെൽറ്റ് ചെയ്യുന്നത്? ചങ്കിന് നമ്മളെ പൊക്കിളിൻ്റെ അവിടെ, നമ്മളെ പൊക്കിളിൻ്റെ അവിടെ മൂത്രം പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ പിന്നെ ഈ സാധനം ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കേടുപാടുകളുണ്ട് ആനയ്ക്ക്. അല്ലാതെ നോക്കുവാണെങ്കിൽ പിന്നെ ആനയ്ക്ക് അവിടെ സുഖമാണ്. രാവിലെയും വൈകുന്നേരവും ചോറും തീറ്റയും ഇതൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ദിവസം നിന്നോളൂ, ഞാൻ വീണ്ടും ആനയ്ക്ക് വന്നു. രണ്ടാമത് വന്നപ്പോൾ സ്കന്ദനാനയുടെ ആ ഒരു രീതികൾക്ക് മാറ്റം ഉണ്ടായിരുന്നോ? ആ ഒരു 3 കൊല്ലം കഴിഞ്ഞ് പോയിട്ട് വന്നിട്ട്? ഇല്ല, അമ്മക്കൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. അന്ന് നിന്നു ഒരു പിടി ഉണ്ടപ്പോഴും. ഒരു പിടി ഉണ്ട്. ഞാനതിനെ കെട്ടിയഴിപ്പോൾ വേറെ മോഡലാണ് ആനയെ അഴിക്കുന്നത്. ഞാൻ ഫസ്റ്റ് അഴിച്ചത് മാത്രമേ ഉള്ളൂ മാറിയത്, അമരം കൊളുത്തി അഴിച്ചത്. അതിനുശേഷം ആന മാറിയും തിരിഞ്ഞ് 3-4 ട്രിപ്പ് അഴിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ആന മുട്ടിയങ്ങനെ നിലത്തിന് അഴിച്ചു വിട്ടിട്ടാണ് ആന ഇരുത്തുന്നത്. ഒറ്റമരത്ത് പാറയങ്ങളെ നീളത്തിൽ മരമില്ല, അമരം കിട്ടുന്ന മരത്തിൽ നിന്ന് മുട്ടിയങ്ങനെ അഴിച്ചങ്ങ് വിടും. അല്ല, ആരെങ്കിലും നീളത്തിലാണ് ആന ഇരുത്തുന്നത്. എല്ലാ ആനയും അങ്ങനെ തന്നെയാണോ അതോ സ്കന്ദനാനയ്ക്ക് മാത്രമേ? പിന്നെ ഈ ആരെങ്കിലും നീളത്തിലെ പരിപാടി അതെൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണത്. ബാക്ക് അഴിച്ചു വിട്ടിട്ട് ആരെങ്കിലും നീളത്തിൽ ആനകളോട്ട് പയറ്റാൻ പറ്റാനെന്ന് പറയുമ്പോൾ ആനകളെ വൃത്തികേട് കാണിക്കുന്നത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് കാണിക്കാൻ. അതിന് സ്വാതന്ത്ര്യത്തിന് വരുമ്പോൾ നമുക്കും സ്വാതന്ത്ര്യമായിട്ട് ആനയെ കയറി പിടിക്കാം. പിന്നെ എന്ത് വേണോ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ല. അത് ഞാൻ ചെയ്യും. ഒരുമാതിരിപ്പെട്ട ഞാൻ അഴിച്ചിട്ടുള്ള എല്ലാ ആനകളെയും വാരങ്ങളുടെ നീളത്തിൽ ആനയായിട്ട് മുഷിയാറുണ്ട്. മുഷിയാത്ത ആനകളൊന്നുമില്ല വാരങ്ങളുടെ നീളത്തിൽ, എല്ലാ ആനയായിട്ടും മുഷിഞ്ഞിട്ടുണ്ട്.
പാണ്ടിനാനയും പാറയങ്ങളെ നീളത്തിൽ ആന സെറ്റാവുന്നു. അഴിച്ചത് അഴിച്ചതല്ല, അഴിച്ച് കഴിഞ്ഞിട്ട് ആന ക്ലിയർ ആവുന്നത് ആ ഒരു പരിപാടിയിലാണ്. ആന ഒരു തെറ്റി തെറ്റിയപ്പോൾ ആന പിടിച്ചപ്പോഴാണ് ആന നമ്മളായിട്ട് സെറ്റായത്. ഈ ഒറ്റമരത്ത് അടിക്കുന്ന പരിപാടി നേരത്തെ പറഞ്ഞിട്ട് പഴയ ആൾക്കാർ പറഞ്ഞത് ഒറ്റമരത്ത് എപ്പോഴെങ്കിലും ആന അടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒറ്റമരത്ത് അഴിക്കാൻ ഇതേവരെ എനിക്ക് അങ്ങനെ ഒരു ആനയെ ഒറ്റമരത്ത് കെട്ടിയ ഇല്ല. ഒരു ആന ഞാൻ ഇതുവരെ ഒറ്റമരത്ത് എനിക്ക് വേണ്ടി കെട്ടി അഴിച്ചിട്ടില്ല. പക്ഷേ വേറെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ സഹായിക്കാൻ പോയിട്ടുണ്ട് ഒറ്റമരത്ത്. അത് ഏതാനായിരുന്നു? അത് മറ്റം കരയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ അറിയാവും. ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു എടുത്തുകൊമ്പോളാണ് പ്രായമുണ്ട്. അങ്ങനെ നമ്മുടെ ഈ കല്ലമ്പലത്ത് അമൃത ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ മേടിച്ചായിരുന്നു. അവനെ ചന്തു എന്ന് പറഞ്ഞ പയ്യ നമ്മളൊരു മേടിച്ചായിരുന്നു. അപ്പൊ ആന നീര് ചെയ്യുന്നപ്പോഴത്തേക്കിന് സംഭവം മരത്തുനിന്ന് പണി പോയി സീനായിരുന്നു. ആന പോയി പിടിച്ചു കെട്ടി പരിചയമൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കോലിഞ്ചാരി നിർത്തിയിരുന്ന ഞാനെ തെറ്റി ഒറ്റ മരത്ത് അങ്ങനെ ആന പിടിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പൊതുവെ വലിച്ചല്ല ആനകളെ നിർത്താറ്. കെട്ടി അഴിച്ചിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ ആന അഴിച്ചു കഴിഞ്ഞാൽ ആന ഫ്രീ ആയിട്ട് നിർത്തുള്ളൂ. ആന കെട്ടുന്ന മരത്തിൽ വന്ന് പിടിക്കുന്ന രീതിയിൽ നിർത്താറുള്ളൂ. കാരണം നമ്മളാനെ അത് നമുക്കെല്ലാം ചെയ്തു തരുന്നത്. അപ്പം അതിന് സ്വാതന്ത്ര്യം കൊടുക്കണം. ആന അവിടെ കൊണ്ട് കെട്ടിയാലും ഫ്രീ ആയിട്ടേ കെട്ടത്തുള്ളൂ. കണ്ട ഒരു വാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അടുത്ത പോലെ പറ്റ തെങ്ങും തെയ്യോ വാഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആനെ വലിച്ചെടുത്തോളൂ. കഴിവിൻ്റെ പരമാവധിയും ആ ഒഴിഞ്ഞ ഭാഗത്ത് കൊണ്ടാണ് ഫ്രീ ആയിട്ട് നിർത്തത്തുള്ളൂ. അല്ലാതെ വേറെ ഒറ്റ മരത്ത് ആനെ പായിട്ടിട്ടുണ്ട് ആനകളുമായിട്ട് ഒരുപാട്. ഞാൻ അഴിക്കുന്ന ആനയാലും അല്ലെങ്കിൽ ഇവിടെ ആനയെ കെട്ടിയഴിച്ച് കൊടുക്കാൻ പോയിട്ടായിരുന്നാലും ഒക്കെ അഴിച്ചു വിട്ട ആനയെ സെറ്റ് ചെയ്തു. നമ്മളീ മറ്റേ ഒറ്റക്കൊമ്പനാനയില്ലേ, ഏതാ പത്മതീർത്ഥം സൂര്യനാരായണ ആന കോഴിക്കോട് നിന്ന് വിറ്റ് വരുമ്പോൾ ചന്തു ആന അഴിക്കുന്നത്. ഞാനും നമ്മളെ പാരിപ്പള്ളി രഞ്ജിത്ത് മരിച്ചു അവനുണ്ട്. അവനും ചന്തുവിന് ആന അഴിച്ചു കൊടുക്കുന്നത്. രാത്രി കയറി ആനയായിട്ട് മുഷിഞ്ഞ് രാവിലെ ആന അഴിച്ചു വിട്ടപ്പോൾ ആന കയ്യിൽ നിന്ന് പോയി. ആ കയ്യിൽ നിന്ന് പോയി ആന നമ്മൾ ആന ഉടക്കി പിടിച്ച് ആന ഉടക്കി നമ്മളെടുത്തുകൊണ്ട് വന്ന് ആന പിടിച്ച് കെട്ടി അങ്ങനെ ആയിട്ടുണ്ട്. നമ്മളെ നാഗരിമന വാസുദേവനാന പ്രകാശമാളി നിൽക്കുന്ന സമയത്തിന് നമ്മളൊരു സുഹൃത്ത് തന്നെ അവൻ ആന അഴിച്ച് വന്ന വഴിക്ക് ആന അവൻ്റെയും തെറ്റി റോഡ് സൈഡിൽ നിർത്തിയിരുന്നു. ആന എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ അപ്പോൾ ശ്രീജാനയ്ക്കാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് വന്ന് ആന അവിടെ നിന്ന് അഴിച്ച് വേറെ നല്ലൊരു സ്ഥലത്തുകൊണ്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ആനകളെയൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതിന് എപ്പോഴെങ്കിലും നമുക്കൊരു പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ടോ ഈ പിടിച്ച് കെട്ടാൻ പോകുന്ന സമയത്തോ? അല്ലെങ്കിൽ അത് ഉണ്ടാവുമല്ലോ. ആനയുടെ വാലിനടി നമ്മൾ ചാടി തിരിയുന്ന വഴിക്ക് മാറുന്ന വഴി കാലിന് പണി കിട്ടും. തൊഴിക്കുന്ന ആനയാണെങ്കിൽ അത് ശ്രദ്ധിച്ചു. വാലിനടിയാണ് സീൻ. വാലിനടി എന്ന് പറഞ്ഞാൽ അമരത്തിനടിക്കുന്നതിനെക്കാട്ടിയൊക്കെ പവർ ഭയങ്കര പവറാണ് വാലിനടി. അങ്ങനെയൊക്കെ പണിയൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ണൊക്കെ വീങ്ങി മോഹൊക്കെ പണിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അല്ലാതെ ആനകളെ കയ്യിൽ നിന്ന് അങ്ങനെ ഒന്നും ഇതായിട്ടില്ല. രണ്ടാമത് ഈ സ്കന്ദനാന വന്ന് അഴിച്ചിട്ട് സ്കന്ദനാന നമുക്ക് എപ്പോഴും അന്നും ഇന്നും എപ്പോഴും ചട്ടമുള്ള ആനയാണ്. എങ്കിലും ഞാനത് ചോദിക്കുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനുശേഷം പിന്നീട് ഏതാനയ്ക്കാണ് വരുന്നത്. വീണ്ടും സ്കന്ദനാന കെട്ടിപ്പോയതിന് ശേഷം ഒരു 2-3 ട്രിപ്പായിട്ടെങ്കിലും സ്കന്ദനാനയ്ക്ക് നിന്നിട്ടുണ്ട് ചേട്ടൻ? ഉണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതാനയ്ക്കാണ് പോയിട്ട് നിന്നിട്ടുള്ളത്, ചുമര അഴിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊണാർക്കാനയില്ലേ കണ്ണൻ ആന ഇടയ്ക്ക് പോയി അഴിച്ചായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഇപ്പം ഈ ഒരു കുറച്ച് ലാസ്റ്റ് ആന അഴിച്ച സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്ന സമയത്ത് ആന അഴിച്ച് പരിപാടിക്ക് പോയി. നമ്മൾ സിനീഷില്ലേ, സിനീഷ് വന്ന് ആനയെ പിടിച്ച് ആന അവനെ തട്ടിയിട്ടൊന്ന് കുത്തിയായിരുന്നു. അത് എൻ്റെ ശ്രദ്ധക്കുറവാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ അവൻ ഒന്ന് കയറി വരുമെന്നും പ്രതീക്ഷയില്ലാതായി പോയി. പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. അല്ലാതെ അത് കഴിഞ്ഞ് പിന്നെ വേറെ ആനയൊന്നും അഴിച്ചിട്ടില്ല. അന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടും അവസാനമായിട്ടും പറ്റുന്ന നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പറ്റുന്നൊരബദ്ധം.
നമ്മൾ ശ്രദ്ധക്കുറവുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധക്കുറവുണ്ട്, പിന്നെ അവൻ വന്ന് കയറുമെന്നൊരു പ്രതീക്ഷയില്ലല്ലോ നമുക്ക്. എൻ്റെ കൂടെ സാഹചര്യം എന്താ അന്ന് സാഹചര്യം? പരിപാടി എടുത്തുകൊണ്ട് പോവുക, വൈകിട്ടത്തെ പരിപാടി കഴിഞ്ഞ് രാവിലത്തെ പരിപാടി വെളുപ്പിനത്തെ പരിപാടി എടുത്തുകൊണ്ട് പോവുക. അമ്പലത്തിൽ ചെന്നു പെട്ടെന്ന് കയറിയ നേരസി പിടിച്ചു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ സംഭവി അവനല്ലേ മറ്റേ ആക്സിഡൻ്റ് ഇട്ട് പണി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ശാലം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആനയെ ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ എനിക്ക് പറ്റുന്നതല്ല, അത് അവിടെ അങ്ങനെ സംഭവിച്ചു. എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഏറ്റവും ഒരു വലിയ തെറ്റാണത് എന്നേ പറയാൻ പറ്റും. അല്ലാതെ വേറൊന്നും ഒരാനകളിൽ നിന്നും ആർക്കും ഒന്നും പറ്റും. നമ്മളെ കൂട്ടത്തിരിക്കുന്ന ഒരാളെ അദ്ദേഹത്തിന് മണ്ണുവാരിയുടെ പോലും ചെയ്തിട്ടില്ല, ഇന്നേ വരെ ചെയ്തിട്ടില്ല. നമ്മൾ വേറെ ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് ആനകൾ. ഇല്ല, നമ്മുടെ അടുത്ത് അങ്ങനെ ആനകൾ പ്രശ്നം കാണിക്കാൻ നിൽക്കത്തില്ല. ആനയൊക്കെ എന്താ വേണ്ടത്? തിന്നാനും കുടിക്കാനും സ്വാതന്ത്ര്യം വേണം. അത് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ നമ്മളോട് പ്രശ്നം കാണിക്കുന്നത്? അല്ലാതെ വേറെ ഒന്നുമില്ല, ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടും അവസാനമായിട്ടും പറ്റിയതാണ്. അല്ലാതെ എൻ്റെ ഒന്നും പറ്റിയിട്ടില്ല ഇന്നേ വരെ. ഈ കണ്ണനാനയ്ക്ക് വരുന്നത് അവിടുന്ന് വിളിച്ചതായിരുന്നോ അതോ നമ്മൾ? അളിയൻ്റെ കൂട്ടുകാരനാണ്, പ്രതീക്ഷേട്ടൻ, കുന്നംകുളത്ത് 7 സ്റ്റാറിൽ. അങ്ങനെ പുള്ളി അളിയനെ കാണാൻ പോയി അവിടെ ഉണ്ടായിരുന്നു, അളിയൻ്റെ ആനയ്ക്ക് നടത്ത്. അങ്ങനെ പുള്ളി അവർ വിളിച്ചിട്ട് പോയതാ. നമ്മൾ കയ്യിൽ നിന്ന് പോയി. അല്ലാതെ എനിക്ക് ഒരു അപകടം എൻ്റെ ഒന്നും പറ്റിയിട്ടില്ല, എനിക്കും പറ്റിയിട്ടൊന്നുമില്ല. ഒരൊറ്റ അപകടം പറ്റിയിട്ടില്ല, സീനായിപ്പോയി. ഞാൻ അടിച്ചു പോയത് പറ്റിയൊരു ഫാൾട്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. എൻ്റെ മനസ്സ് പറയുന്നത് അത് എൻ്റെ തെറ്റാണത്, ഞാനത് ചെയ്യരുതായിരുന്നു. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റി. അല്ലാതെ വേറെ ഇന്നേ വരെ ഒരു കുഴപ്പമില്ല. ഈ ഇത്ര ആനകൾ കയറി, ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ഇത്ര ആനകൾ കയറി, നല്ല നല്ല ആനകൾ കയറി, വഴക്കുള്ള ആനകൾ കയറി, അറിഞ്ഞോ അറിയാതെ നമുക്ക് ഓരോ അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ട് അഭിലാഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തി പിന്നീട് എന്തുകൊണ്ട് ഒരു ആനയ്ക്ക് ഇപ്പം ഈ എല്ലാവർക്കും ഒരു പേടി സ്വപ്നം, കുട്ടി അഭിലാഷ് വേണ്ട, വെള്ളം അടിച്ചിട്ട് അലമ്പാവും എന്നൊരു ചിന്താഗതിയിലേക്കും ആ ഒരു രീതിയിലേക്ക് ആൾക്കാരുടെ ചിന്താഗതി അങ്ങനെ ആയിപ്പോകാൻ കാരണം ചേട്ടൻ്റെ ആ ഒരു മദ്യപാനം അല്ലെങ്കിൽ ആ ഒരു രീതിയാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് ആയിപ്പോയത്? എന്തായാലും ഇത്ര ആനകൾ ചുമതല കയറി, ഇത്ര ആനകൾ കൊണ്ടുനടന്നിട്ടുണ്ട്, നല്ലോണം ആനകളോട് അങ്ങോട്ട് മുഷിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട്, കൂപ്പിൽ പണിയെടുക്കും. സ്വാഭാവികമായിട്ടും ആ ഒരു പണിത്തരം കണ്ടുവരുന്ന ശിഷ്യന്മാരും കാണുമല്ലോ. അപ്പം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇപ്പം നിലവിൽ ആരൊക്കെയാണ് ഉള്ളത്, ആരൊക്കെ ഇപ്പം ആനഫീൽഡിലുണ്ട്, ആരൊക്കെയാണ് ഇപ്പം നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളത്?